ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വളരെ വേഗത്തിൽ കാണുന്നതിന് ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഓണത്തിനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, ഒരു ചുണ്ടൻ വെള്ളമാണിത്. അപ്പം ഓണം സ്പെഷ്യലായിട്ട് ഒരു ചുണ്ടൻ വെള്ളം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഓർഡർ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്നതാണ്. റേറ്റ് എനിക്ക് പറയുന്ന റേറ്റിൽ ഓക്കെ ആണെങ്കിൽ മാത്രം. എല്ലാവർക്കും നല്ലൊരു ഓണം വീണ്ടും ഞാൻ നേരുന്നു. എല്ലാവരെയും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. ഹലോ സനു, സൈം. ഹായ്. ഓണക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാക്കിയെന്നു, ചുണ്ടൻ വെള്ളമൊക്കെ. അതാണ് നമ്മൾ വന്നത് വീണ്ടും. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചുണ്ടൻ വെള്ളമൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പം അങ്ങനെ ചെയ്തതാണ് ഒരു ചുണ്ടൻ വെള്ളം. അത് ഓർഡറൊന്നുമല്ല, വെറുതെ ഓർഡറൊന്നുമല്ല. അതിപ്പം ഈ ഓണത്തിന് ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാം. അതൊന്ന് കാണിക്കാമോ നമുക്ക്? എന്താ ഇതായിരിക്കും, ഇതാണ്. ഇത് എത്ര സമയം എടുത്ത് ചെയ്യാനായിട്ട്? ഇത് ഈ 2 ദിവസം കൊണ്ട് ഞാൻ ചെയ്തതാണ് ഇത് ഇത്രയും. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഓണമല്ലേ, അപ്പം ഇതിനിപ്പോൾ ഏകദേശം എത്ര സെൻറ്റിമീറ്റർ നീളം കാണുന്നത്? 155 സെൻറ്റിമീറ്റർ ഉണ്ട്. നല്ല വലിപ്പമുള്ളതാണല്ലേ? നല്ല നീളമുണ്ട്. നമ്മളിത് ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ വലിപ്പം തോന്നിക്കത്തില്ല, പക്ഷെ നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, 155 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ വള്ളംകളിയൊക്കെ ആയതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഓണം സ്പെഷ്യൽ. ഓണം സ്പെഷ്യൽ ആണല്ലേ? ഓണം സ്പെഷ്യൽ വർക്കാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാം. ഇവിടെ വെക്കാനൊന്നും അത് സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ നോക്കുന്നത്. ഇല്ല, നമുക്ക് ഇവിടെ വെച്ചിരുന്നാൽ മതിയായിരുന്നു. ഇതും ഫോം ഷീറ്റ് തന്നെയാണല്ലോ അല്ലേ? ഇത് ആ സെയിം ഫോം ഷീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പീസ് ജോയിന്റ് കാണും അല്ലേ? ഇതിന് നീളത്തിന് ഒരു 2-3 പീസ് ജോയിൻ്റ് ഉണ്ട് നീളത്തിന്. പിന്നെ ബാക്കിയാകത്തുള്ളതെല്ലാം ചെറുപ്പാണ്. അതിന് ടോപ്പിൽ ആ ഒരു ഇതുപോലെ ചെയ്തേക്കുന്നത് ഇതാണോ? എന്താ ഈ റൗണ്ട് സാധനമാണെങ്കിൽ തുണിക്കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ തുണിക്കടയിൽ നിന്നപ്പം ഇങ്ങനൊരു സാധനം കണ്ടപ്പോൾ മേടിച്ചു. ഇതിന് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വള്ളത്തിന് ആ ഒരു നല്ല എടുപ്പുണ്ട്. ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെയുണ്ട്, ഈ സൈഡിലുണ്ട്. ഇതും ഈ കുടയും ഈ ആനപ്പട്ടവും നെറ്റിപ്പട്ടവും വേറെ വെളിയിൽ നിന്ന് മേടിച്ചാണ്. അതോടെ ഇടുമ്പം മാലയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അത് മാല എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഐഡിയ ഇല്ല. അതും എന്തെങ്കിലും ഒരു മാല ഇടാനായിട്ടല്ലേ? അതെ, മാല ഇടാൻ വേണ്ടിയിട്ട്. ചുണ്ടൻ വള്ളം. അപ്പോൾ ഇതിൻ്റെ പേരെന്തെങ്കിലും ഇടാൻ തീരുമാനിച്ചതോ? പേര് കുറേ ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുപേര് തന്നെ ഇടാനാണ് പറഞ്ഞത്. മിക്കവാറും അത് തന്നെ ഞാൻ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ വീട് തേക്കുമുട്ടിൽ നിന്നാണ്. അപ്പം തേക്കുമുട്ടിൽ ചുണ്ടൻ പറയുമ്പോൾ ഒരു എടുപ്പുണ്ട്. അത് നല്ല പേരാ, തേക്കുമുട്ടിൽ ചുണ്ടൻ. പേരെഴുതുവാണെങ്കിൽ അത് പേര് പേരിടുകയാണെങ്കിൽ സാധാരണ വള്ളങ്ങളുടെ എല്ലാം പേര് ഇവിടെ ഇങ്ങനെയായിട്ട് കുറേ ഇങ്ങനെ നീളത്തിൽ ചെറിയൊരു ഇതായിട്ടാണ് പേര് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ മിക്കവാറും ഇംഗ്ലീഷിൽ ചെറുതായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തേക്കുമുട്ടിൽ എന്ന് പറഞ്ഞിടാനെ കൊണ്ടാണ്. ഇത് വെറുതെ ഉണ്ടാക്കുന്നുള്ളൂ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം. വേറെ ഓർഡർ തന്നാലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയത് ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ചുണ്ടൻ വെള്ളമൊക്കെ ചെയ്യുന്നത്. സംഭവം പൊളിച്ചു. അപ്പം ഇനി ഒരെണ്ണം ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യാനെ കൊണ്ട് ഉള്ളൊരു ഇതുണ്ട്, ആരുമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വെള്ളത്തിൽ ഇടാമല്ലോ അല്ലേ? ഞാൻ ഇതുവരെ ഇത് വെള്ളത്തിയിട്ട് നോക്കിയില്ല. വെള്ളത്തിയിടാം. അത് വെള്ളത്തിയിടുമ്പം കംപ്ലീറ്റ് ആകത്തോണ്ട് നോക്കിയിട്ടില്ല. അത് വെള്ളത്തിയിടുമ്പം ഈ ഒരു മുകളിലോട്ടുള്ള ഒരു ഇത് പോർഷനിലെ വെയിറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഇത് നേരെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്.
ഇങ്ങനെ ഹൈറ്റിലായതുകൊണ്ട്. എന്തായാലും അത് വെള്ളത്തിലിടാനുള്ളെങ്കിൽ തന്നെ നമ്മൾ വീടുകളിലെ ഷോയ്ക്ക് വെക്കാനാണെങ്കിലും നല്ലതാണ്. അതെ, ഒരു ലുക്കാണ്. അപ്പോൾ ഇത് ഇനിയും ഒരു ശകലം പണിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂമ്പിച്ചുള്ളൊരു ഇതുണ്ട്, അതോടെ ചെയ്യാനുണ്ട്. അതോടെ ചെയ്ത് കുറച്ച് പെയിൻറ്റ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെല്ലാം ഗോൾഡ് കളർ ചെയ്യാനുണ്ട്. ഈ സിൽവർ അല്ല ഇത് വരുന്നത്, ഗോൾഡാണ്. ആൻഡ് ഇതും ഗോൾഡാണ്. ലുക്ക് വരും. ഇതിലെല്ലാം ചെറിയ ലോറിയിൽ SC ലോറിയിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെറിയ ഡിസൈൻ വർക്കുകൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അതും ഇവിടെ ചെയ്യണം. പിന്നെ ഈ ഒരു എംബ്ലം പോലെ ചെയ്തിരിക്കുന്നത് ഇതും ഗോൾഡ് കളറ്, ബ്ലാക്ക് ആയതുകൊണ്ട് കാണുമെന്നറിയില്ല. ഒരു ഗോൾഡ് കളറാക്കി കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് ലുക്കാവും.